ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ക്ലയൻസിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ പൊതുവെ മാനുഫാക്ചറിങ് ചെയ്യുന്നവർ കുറവാണെങ്കിൽ പോലും മാനുഫാക്ചറിങ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏറ്റവും അധികം ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മാനുഫാക്ചറിങ്. കാരണം പലപ്പോഴും മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാവുന്ന പല ഹിക്കപ്സും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിനെ ഏറ്റവും ഈസി ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാൻ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്രോണിം ഉണ്ട്. ആ എക്രോണിം ഒപ്റ്റിമൈസ് എന്നുള്ളതാണ്. ഒപ്റ്റിമൈസ് ചെയ്യണം മൊത്തം കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഒപ്റ്റിമൈസ് ആണ് ഈ എക്രോണിമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഒപ്റ്റിമൈസ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഒ ആണ്. ഒ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും വർക്ക് പ്ലേസിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളെല്ലാം യാതൊരു തരത്തിലും ഓർഗനൈസ്ഡ് അല്ല. വളരെ ഷാബി ആയിട്ടുള്ള, യാതൊരു തരത്തിലും ഓർഗനൈസ്ഡ് അല്ലാതെ അടുക്കി വെച്ചിട്ടുള്ള, റാക്കിംഗ് പോലും ഇല്ലാത്ത, ലേബലിംഗ് പോലും ഇല്ലാത്ത, യാതൊരു തരത്തിലും റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് സൂക്ഷിക്കാത്ത, സ്റ്റോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് അപ്രോച്ച് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എഫിഷ്യൻസി അപ്പോൾ തന്നെ വർദ്ധിക്കുമെന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ജാപ്പനീസ് 5S ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ 5S മെത്തഡോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് സോർട്ട് ചെയ്ത്, കൃത്യമായിട്ട് ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങളെ വേർതിരിച്ച്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി, കൃത്യമായി ഷൈൻ ചെയ്ത്, കൃത്യമായി അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത്, കൃത്യമായ ലേബലിംഗ് ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ 5S എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം തന്നെ ഏതൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലും ചെയ്യേണ്ട കാര്യം ആ യൂണിറ്റിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്റ്റിമൈസിലെ പി എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രയോറിറ്റി ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഏത് കാര്യം ആദ്യം ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള പ്രോസസ് ലേഔട്ട് പോലും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതും, ഒപ്പം തന്നെ ഏതൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലും ക്വാളിറ്റിക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ 6 സിഗ്മ ഫ്രെയിംവർക്ക്, അതുപോലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി സർക്കിൾസ് പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ചെയ്യുന്നത്. കാരണം മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ എൻഡിലാണ് ഒരുപക്ഷെ നമുക്ക് ആ എൻഡ് പ്രൊഡക്റ്റ് ലഭിക്കുക. ആ എൻഡ് പ്രൊഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് സംഭവിച്ചാൽ ദ എൻറ്റയർ പ്രോസസ്സ് വേസ്റ്റായി പോയി എന്നുള്ളതാണ്. അത്രയും സമയം, അത്രയും പണം, അത്രയും പ്രോസസ്സ്, അത്രയും മാൻ പവർ, ഇതൊക്കെ വേസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സുകളും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ടെക്നോളജിയാണ്. ഒപ്റ്റിമൈസിലെ ടി ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ സെമി ഓട്ടോമേഷനുണ്ട്, ഫുള്ളി ഓട്ടോമേഷനും ഇന്ന് അവൈലബിൾ ആണ്. റോബോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട്, IoT ഉപയോഗിച്ചുകൊണ്ട്, സ്മാർട്ട് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഇതിനെ നമുക്ക് സ്ട്രീംലൈൻ ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട്. നിങ്ങൾക്കിത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇനീഷ്യലി ചിലപ്പോൾ ഒരല്പം ചിലവ് കൂടുതൽ വന്നേക്കാം, എങ്കിൽ പോലും ഒരുപാട് പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇനിയുള്ള കാലത്ത് ടെക്നോളജി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റിറ്റേഴ്സ് മാർക്കറ്റിലേക്ക് അതിശക്തമായി ഇടിച്ചു കയറും, പെനട്രേറ്റ് ചെയ്യും. നമ്മൾക്ക് ഒരുപക്ഷെ മാർക്കറ്റിൽ അത്രയും സാധനങ്ങൾ സെർവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ടെക്നോളജി നമ്മുടെ സ്പീഡ് കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. I എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ എവറിത്തിങ്, പെർട്ടിക്കുലർലി പ്രോസസ് ഫ്ലോ. നമ്മുടെ പ്രോസസ് ഫ്ലോ ഒക്കെ ഏറ്റവും നന്നാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാ ദിവസവും എത്ര കണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് കണ്ടിന്യൂവസ് ഇമ്പ്രൂവ്മെൻറ്റ്, വേണമെങ്കിൽ കൈസൻ എന്നൊക്കെ വിളിക്കാവുന്ന ജാപ്പനീസ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ രീതി. ഇത്തരത്തിൽ സ്ഥിരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി മാനുഫാക്ചറിങ് യൂണിറ്റിലെ ഓരോ ഭാഗങ്ങളെയും വിധേയമാക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബെറ്റർമെൻറ്റ് ഓരോ പ്രോസസ്സിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മളുടെ സമയം ലാഭിക്കും, നമ്മളുടെ പൈസയും ലാഭിക്കും, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. M എന്ന് പറയുന്നത് ഞാൻ മിനിമൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിനിമൈസ് ചെയ്യുന്നത് വേസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പലപ്പോഴും ഈ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പ്രോസസ്സ് കറക്റ്റ് ആവാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയിൽ കോൺഷ്യസ്നെസ് ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ട്, കൃത്യമായി മോണിറ്റർ ചെയ്യാത്തതുകൊണ്ട്, നല്ല ടെക്നോളജി ഉപയോഗിക്കാത്തതുകൊണ്ട്, നല്ല റോ മെറ്റീരിയൽ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒക്കെ ഒരുപാട് വേസ്റ്റേജുകൾ സംഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ വെയർ ഹൗസിംഗ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് പോലും വേസ്റ്റേജുകൾ ഉണ്ടാവാം. ഈ വേസ്റ്റേജ് നമ്മുടെ പ്രോഫിറ്റിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാനും, ഇനിയിപ്പോൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഏതെങ്കിലും തരത്തിലൊക്കെ റീസൈക്കിൾ ചെയ്ത് അതിനെ വീണ്ടും യൂസ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇത് വലിയ നഷ്ടങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി വെക്കും.
അടുത്ത ഐ എന്ന് പറയുന്നത്, ഒപ്റ്റിമൈസിനകത്തുള്ള അടുത്ത ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ആണ്. ഇൻവെസ്റ്റ് ഇൻ ട്രെയിനിങ്, ഇൻവെസ്റ്റ് ഇൻ മാൻ പവർ, ഇൻവെസ്റ്റ് ഇൻ സ്കിൽസ്. നല്ല സ്കില്ലുകളുള്ള മാൻ പവറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല മാൻ പവറും ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറെ കൂടി എഫക്റ്റീവാക്കി മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ, കൃത്യമായ ഇടവേളകളിൽ ആളുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്ററാക്കുക, കമ്പനിയുടെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഒപ്റ്റിമൈസിലെ അടുത്തത് സെഡ് ആണ്. സെഡ് എന്ന് പറയുന്നത് സീറോ ഡൗൺ ടൈം ആണ്. അതായത് ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടു പോകണം. നമ്മുടെ ശരീരമൊക്കെ ആരോഗ്യമൊക്കെ നോക്കുന്ന പോലെ തന്നെയാണ്. കൃത്യമായിട്ട് വെൽനെസ് ഒക്കെ നോക്കി കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, കൃത്യമായി എക്സസൈസ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ അഡ്രസ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിലാണ് പല പ്ലാന്റുകളും വർക്ക് ചെയ്യുന്നത്. ബ്രേക്ക് ഡൗൺ ആവുന്നു, 4-5 ദിവസം എൻറ്റയർ ഫാക്ടറി ഷട്ട് ഡൗൺ ആവുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആനുവൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് പോവുക, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്ത് പോവുക എന്നുള്ളത് ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ നഷ്ടമാണെന്ന് തോന്നുമെങ്കിലും ലോങ് ടൈമിലേക്ക് ഒരു സംശയം വേണ്ട, അത് വളരെ ലാഭകരമായ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സീറോ ഡൗൺ ടൈമിലേക്ക് പ്ലാൻ ചെയ്യുക. കപ്പാസിറ്റി മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുക. ആൻഡ് ഇ ഈസ് ഫോർ ഇവാലുവേഷൻ. കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ വേണം, കൃത്യമായിട്ടുള്ള റിവ്യൂസ് വേണം. പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ മെഷീനറീസും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ലേ, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ലേ, എഫിഷ്യൻസി കറക്റ്റ് അല്ലേ, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കറക്റ്റ് അല്ലേ, ഇതെല്ലാം എല്ലാ ദിവസവും മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലത്. ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഡാഷ്ബോർഡിൽ തന്നെ എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒപ്റ്റിമൈസ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ നിങ്ങൾക്ക് കൺട്രോളിൽ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിലും നല്ല രീതിയിൽ മാനുഫാക്ചറിങ് നടത്തിയെടുക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.